ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു വാൾ ഹാങ്ങിങ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ ബേസ് ഞാൻ എടുത്തത് കാർഡ്ബോർഡ് പീസാണ്. അതിൽ ബ്ലാക്ക് കളർ പെയിൻറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യാൻവാസ് ബോർഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനി നമ്മളെ മെയിനായിട്ടാണ് ഈത്തപ്പഴത്തിൻ്റെ കുരു. ഇത് ഞാൻ നോമ്പിന് കളക്ട് ചെയ്ത് വെച്ചതാണ്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുത്തത്. ഇത് നമുക്ക് ഇത് വെച്ചിട്ടാണ് വാൾ ഹാങ്ങിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് കാർഡ്ബോർഡിൻ്റെ പീസാണ്. അപ്പോൾ അത് ഞാൻ റൗണ്ടിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ആ സെൻറ്റർ പീസ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പെറ്റൽസ് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് ഫാസ്റ്റാക്കി കാണിക്കുന്നുണ്ട്, കാരണം ഇത് ഇപ്പോഴൊന്നും തീരുമില്ല. നമ്മൾ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ നമുക്കിത് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ കാണാം. ഞാനിപ്പോൾ ഇതിൻ്റെ പെറ്റൽസ് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഞാൻ അതിൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ നാരിലൊന്ന് വലിച്ച് കളയുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ആദ്യം വെച്ചതിൻ്റെ ഇടയിൽ കൂടെ അടുത്ത റൗണ്ട് വെച്ച് കൊടുക്കുക. അതും കുറച്ച് ഫാസ്റ്റായി കാണിക്കുന്നുണ്ട്. വീഡിയോ ഒരുപാട് ലോങ് ആയാൽ കാണുന്നവർക്ക് തന്നെ ഒരു ബോറടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫാസ്റ്റാക്കി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതേപോലെ 3 റൗണ്ടാണ് ഇവിടെ ആക്കിയെടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഫ്ലവർ ചെയ്യാം. ഞാൻ ഒരു കോർണറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിലൊക്കെ ഒട്ടിച്ചിട്ട് ഇതുപോലെ പെറ്റൽസും കൂടെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഏത് ഭാഗത്താണോ നമ്മൾ ഫ്ലവർ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അതിൻ്റെ പെറ്റൽസിൻ്റെ എണ്ണം കുറക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പം നമ്മളിതാ ഇത്രയും ചെയ്തെടുത്ത് ഞാൻ ഒരു ഹാഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോർണറിൽ 2 ചെയ്തിട്ടുണ്ട്, 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബോർഡിൻ്റെ ബേസിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ഇത്രമാത്രം പോരാ, നമുക്കിതൊന്നും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കി എടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ പെൻസിലെടുത്തിട്ട് കുറച്ച് വള്ളികൾ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് നിങ്ങൾക്കിപ്പം ഞാൻ അടുത്തത് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്കിത് ഏകദേശം എല്ലാ പൂക്കളുടെ ഇടയിലും വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തത് നമ്മുടെ കുമ്പളങ്ങയുടെ വിത്താണ്. ഇന്ന് മുഴുവൻ ഇതുപോലുള്ള വിത്തുകൾ കൊണ്ടുള്ളൊരിതാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഇപ്പോൾ വെള്ളരിക്കയുടെ സീഡോ എന്ത് വേണമെങ്കിൽ എടുക്കുക. ഇത് നമുക്ക് ലീഫ് പോലെ ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പെൻസിൽ കൊണ്ട് വരച്ചെടുത്തത്. ഇല്ലെങ്കിൽ നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിക്കുമ്പോൾ മാറിപ്പോവും. അപ്പോൾ ഇത് ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ വേഗം ഒട്ടിക്കെട്ടിക്കോളും. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ലീഫെല്ലാം ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് നല്ല ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ടൊക്കെ ഒട്ടിച്ചെടുത്താൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്യാതെ തന്നെ ഇത് കാണാൻ നല്ല ഒരു ഭംഗിയാണ്. നല്ല ഈ വുഡിലൊക്കെ വർക്ക് ചെയ്ത പോലെയാണുള്ളത്. എന്നാലും നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഈ ലൈറ്റ് ബ്ലൂവും പിന്നെ യെല്ലോവും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളുടെ സെൻറ്ററിൽ ബ്ലൂവും അതുപോലെ പെറ്റൽസിന് യെല്ലോവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള ഫ്ലവേഴ്സിന് വേറെ കളർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അതിനുവേണ്ടി ഞാൻ ഓറഞ്ച് ഇവിടെ റെഡിയാക്കി എടുത്തു. അതായത് എൻ്റെ കയ്യിൽ ഓറഞ്ച് കളറില്ല. അപ്പോൾ ഞാൻ യെല്ലോവും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഓറഞ്ച് കളർ ഉണ്ടാക്കിയത്. ഓറഞ്ച് അല്ല, വേറെ നല്ലൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സീഡിനത് കൊടുക്കുന്ന സമയത്ത് വേറൊരു ഷെയ്ഡാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫ്ലവറിന് ഇത് ഈ ഓറഞ്ച് കളറ് ഒന്ന് കൊടുക്കുക. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് നമ്മൾ ലീഫ് ഒന്ന് കളർ ചെയ്യാം. ലീഫും അതുപോലെ തന്നെ അതിൻ്റെ തന്നെ കളറിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എന്നാലും ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഗ്രീനും അതുപോലെ ഒരു പേൾ കളറ്, ഒരു പേൾ ബ്ലൂ ആണത്, പേൾ ബ്ലൂവും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് യെല്ലോവും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ലീഫിൻ്റെ ഷെയ്ഡാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടച്ച് ചെയ്യുന്നത് വാർണിഷാണ്. വാർണിഷും കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി ഇതിനെ ഭംഗിയാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ആ പെറ്റൽസിൻ്റെ, അതായത് ആ സീഡ്സിൻ്റെ ഇടയിലെല്ലാം ഉള്ള ആ ലൈനിൽ നമ്മൾ സെൻറ്ററിൽ കൊടുത്ത കളർ വെച്ചിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് യെല്ലോൻ്റെ ഇടയിൽ ബ്ലൂ വെച്ചിട്ടും അതുപോലെ ഓറഞ്ചിൻ്റെ ഇടയിൽ യെല്ലോ വെച്ചിട്ടും ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വാർണിഷും കൂടി അപ്ലൈ ചെയ്തതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കും. നല്ലൊരു ഷൈനിങ് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്നത് എൻ്റെ ട്രൈപ്പോഡിൻ്റെ താഴ്ഭാഗമാണ്, അതായത് ഭരണിയുടെ എല്ലാം മുകളിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വർക്ക്. നിങ്ങളുടെ കയ്യിലുള്ള സീഡ്സൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ നല്ല വാൾ ഹാങ്ങിങ്, വാൾ ഡെക്കറൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാം. താങ്ക്